അപ്പോൾ ഇനി വോട്ട് ചെയ്ത് സ്റ്റാറായ രണ്ടുപേരെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ശരി, രണ്ട് പ്രവാസി സഹോദരന്മാരുടെ വോട്ട് മലപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ വലിയ ചർച്ചയാണ്. ഇവിടെ 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് വെറും 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇതോടെ ഷാർജയിൽ നിന്ന് നാട്ടിലെത്തി വോട്ട് ചെയ്ത് മടങ്ങിയ രണ്ട് പ്രവാസി സഹോദരന്മാർ ഈ നാട്ടിലെ ഇലക്ഷൻ താരങ്ങളായി മാറി. ഏറെ വിലപ്പെട്ട ആ 2 വോട്ടുകൾ രേഖപ്പെടുത്തിയ സഹോദരങ്ങളെയാണ് ഇനി പരിചയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പച്ചില്ലത്ത് സുഹറാബി എന്ന UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത് വെറും 2 വോട്ടിനാണ്. ആ വിലപ്പെട്ട 2 വോട്ട് ഇപ്പോൾ ഷാർജയിലുണ്ട്. ഇവരാണ് ഷാർജയിൽ നിന്ന് വിമാനം പിടിച്ചു പോയി നാട്ടിലെത്തി വോട്ട് ചെയ്ത് സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. ഇവിടെ കഫ്തീരിയ എത്തുന്ന സുബൈറും അതേപോലെ തന്നെ ദേവയിൽ ജോലി ചെയ്യുന്ന മൊയ്തീൻ കുട്ടിയും. എന്നാണ് നാട്ടിലേക്ക് പോകുന്നതും വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരുന്നതൊക്കെ? ഞങ്ങൾ 5-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അവിടെ പ്രവർത്തനം പരമാവധി ഞങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങൾ മാത്രമെന്നല്ല, ഞങ്ങളതൊക്കെ ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങളെ പ്രവർത്തകർ അവിടെ അധ്വാനം നടത്തിയത് ചില്ലറൊന്നുമല്ല. ഓരോ പ്രവർത്തകരും കഴിഞ്ഞ പ്രാവശ്യം 142 വോട്ടിന് LDF ജയിച്ചതാണ്. അത് തിരിച്ചെടുക്കുക എന്ന് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ തീരുമാനം എടുത്താണ്. വിമാന ടിക്കറ്റിന് മാത്രം 45,000-ലേറെ രൂപ ചെലവിട്ടാണ് ഈ സഹോദരങ്ങൾ നാട്ടിലെത്തിയത്. ഒരു 50-45 അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിലയേറിയ വോട്ടാണ്. ഇവരുടെ വീട്ടിലെ 6 സഹോദരങ്ങളും പ്രവാസികളാണ്. 5 പേർ UAE-യിലും ഒരാൾ സൗദിയിലും. എല്ലാവരും സജീവ KMCC പ്രവർത്തകർ. ഇലക്ഷന് വീറും വാശിയൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ മികച്ച സൗഹാർദ്ദം നിലനിൽക്കുന്ന നാടാണ് തങ്ങളുടേതെന്ന് പറയുന്നു ഈ സഹോദരങ്ങൾ. പ്രവാസികൾക്ക് അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് വോട്ട് ചെയ്യാൻ അവസരം നൽകിയാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറും എന്നതിൻ്റെ തെളിവാണ് ഈ പ്രവാസികളുടെ സ്വാധീനം. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ.